എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റിയുടെ ഇന്നത്തെ ചാർട്ടാണിത്. നിഫ്റ്റി ഇന്നും വന്നിട്ട് ജസ്റ്റ് ഇന്നത്തെ CPR ലെവലിൻ്റെ മുകളിൽ ഓപ്പണായി കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് വന്നു. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് കയറി സെൻട്രൽ CPR ഒന്ന് ടച്ച് ചെയ്തു, പിന്നെ കണ്ടിന്യൂസ് ഡൗൺ ആയിരുന്നു. ലാസ്റ്റ് ചെറിയൊരു കവറിങ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് ഞാനെപ്പോഴും പറയുന്ന പോലെ ഡേ ചാർട്ട് ഞാൻ പറയാം. ഡേ ചാർട്ടിൽ ഇതൊരു പ്രാവശ്യം 23,300 താഴെ വരാനാണ് ചാൻസ് കൂടുതൽ. ഈ ഒരു ലെവൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം വന്നിട്ടാണെങ്കിൽ തിരിച്ച് കയറാനൊരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. തിരിച്ച് കയറാമെന്ന് പറഞ്ഞാൽ ഞാനെപ്പോഴും പറയുന്ന പോലെ ഹെവി മൂവ്മെൻ്റ് അല്ല, ഇവിടുന്ന് ചിലപ്പോൾ 1000 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പിലോട്ട് കാണിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു നല്ല ഹെവി വെയ്റ്റ് കമ്പനിയുടെ റിസൾട്ട് മോശമായാൽ ഒറ്റയടിക്ക് ഇത് വരും, ഈ റേഞ്ച് വരും. അപ്പോൾ ആ റേഞ്ച് സൂക്ഷിക്കുക. പിന്നെ ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ മാർക്കറ്റ് മൂവ്മെൻ്റ് എന്നുള്ള അത് കഴിഞ്ഞുള്ള മാർക്കറ്റിൻ്റെ ഒരു ഇത് അനുസരിച്ചിരിക്കും. പെട്ടെന്നൊരു കവറിങ് എന്തായാലും വരും, അതിന് ശേഷമായിരിക്കും പിന്നെ അടുത്ത ഒരു ഡൗൺ ട്രെൻഡ്. എന്തായാലും നിഫ്റ്റി എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഹൈ പെട്ടെന്ന് അടിക്കത്തില്ല. ഇങ്ങനെ ഒരു 100 പോയിൻ്റ് കയറി 200 പോയിൻ്റ് ഇറങ്ങി വരും. അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് താഴോട്ട് വന്നുകൊണ്ടേയിരിക്കും. അതിനെ ഒന്ന് സെറ്റാകാൻ ഇച്ചിരി ടൈം എടുക്കും. ഇതൊക്കെ ഒരു സൈക്ലിക്കൽ മൂവ്മെൻ്റാണ്. കഴിഞ്ഞ ഒരു 3-4 വർഷത്തോളം നല്ല ഹെവി അപ്പ് ട്രെൻഡായിരുന്നു മാർക്കറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിലും അതുപോലെ തന്നെ ഒത്തിരി ടൈം എടുക്കും. ഈ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ഷെയറുകൾ നമ്മൾ നോക്കി അതിനകത്ത് കുറച്ച് നല്ല ലെവലുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യുക. അതാണ് നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുന്നത്. ബാങ്ക് നിഫ്റ്റി വീണ്ടും നിഫ്റ്റിയുടെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ലെവൽ നമ്മൾ നേരത്തെ വരച്ചിട്ടേക്കുന്നത്, അതിൻ്റെ താഴെയാണ് കണ്ടിന്യൂസ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഈ ലെവൽ കട്ടായി. ബാങ്ക് നിഫ്റ്റി അതുപോലെ ഫൈനാൻസ് പിന്നെ മിഡ് ക്യാപ് സെലക്ട് ഇതും ഏകദേശം ഒരു ബൈ റേഞ്ചിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഏകദേശം ഒരു ബൈ റേഞ്ച് ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ബൗൺസ് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. പക്ഷേങ്കിൽ നിഫ്റ്റിയുടെ ബാലൻസ് കിടക്കുവാണ്. നിഫ്റ്റിയിൽ ഈ ഒരു റേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 23,300 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിലും കുറച്ച് താഴോട്ടൊക്കെ ഈ ലെവൽ 23,100, 22,900 ഒക്കെ വന്നിരിക്കാം. പക്ഷേ ആ റേഞ്ചിൽ നിന്നൊക്കെ ഒരു കവറിങ് മാർക്കറ്റിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഇവിടെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നടത്തി 3 ദിവസം. അതുപോലെ അത് മുഴുവനും കളഞ്ഞ് തിരിച്ചിറങ്ങി മാർക്കറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റേഞ്ച് പ്രതീക്ഷിക്കുക. ഏതെങ്കിലും ഒരു ഷെയറിൻ്റെ റിസൾട്ട്, ഏതെങ്കിലും ഷെയർ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് വെയ്റ്റഡ് ആയിട്ടുള്ള ഷെയറുകൾ, റിലയൻസ്, TCS, പിന്നെ ബാങ്കിൻ്റെ HDFC ബാങ്ക്, ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ റിസൾട്ട് ഒരു മോശമായിട്ട് വന്നാൽ മതി, ഒറ്റയടിക്ക് ഈ റേഞ്ച് വരും മാർക്കറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയറുകളാണ് ഇത്രയും ഷെയറുകൾ, ഈ കാണുന്ന ഷെയറുകൾ. ഇതിനകത്ത് നമുക്ക് നല്ല ചാൻസുകൾ തന്ന ഷെയറുകളുണ്ട്. നമുക്ക് 5 മിനിറ്റ്സ് ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ചാൻസ് തന്നിട്ടില്ല. മാൻ ഇൻഡസ്ട്രീസിനകത്ത് ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്പണിങ്ങിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് ഡൗണിൽ പോയി, പിന്നെ നേരെ തിരിച്ചു വന്ന് പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വന്നു, കണ്ടിന്യൂസ് ഇറങ്ങി. നമ്മളിവിടെ ഒരു ചാൻസ് എടുക്കുകയാണെങ്കിൽ നല്ല വൺ സൈഡ് മൂവ്മെൻറ്റാണ് താഴോട്ട്. അതുപോലെ ആശാപുരമായി എന്ന് പറയുന്ന ഷെയർ ഇവിടെ നോക്കിയാൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, അതിനുശേഷം കുറച്ച് ഇവിടം വരെ ഹൈ പോയി, അതിനുശേഷം തിരിച്ചിറങ്ങി പ്രീവിയസ് ഡേ R1 പോകാതെ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങി. അപ്പോൾ നമുക്കിവിടെ 455 എൻട്രി എടുത്താൽ 474, ലാസ്റ്റിലോട്ട് വരും 467 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ സുവൻ ഫ്ലാറ്റ് ഓപ്പണിങ് താഴെ പോയി, ഇവിടെ നോക്കിയാൽ CPR താഴത്തെ ലെവൽ പ്രാവശ്യം കട്ടായി തിരിച്ച് കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, നേരെ കുത്തനെ ഇറങ്ങി പഴയ ലെവലിൻ്റെ താഴെ പോയി. അതായത് നമ്മൾ 144 ഒരു എൻട്രി എടുത്താൽ നമുക്ക്
132 വരെ 12 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റാണ് ആ ഷെയറിനകത്ത്. അതുപോലെ ആഷ്യാന, ഇതിനകത്തെല്ലാം നല്ല ചാൻസ്. നമ്മൾ 12 ഷെയർ അങ്ങനെ എടുത്തേ. ആഷ്യാനയ്ക്കകത്ത് ചാൻസ് ഇല്ല, ONGC ഇല്ല. രാമ ഫോസ്ഫേറ്റിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. രാമ ഫോസ്ഫേറ്റ് ഓപ്പണിങ്ങിൽ തന്നെ ഡൗൺ ഓപ്പണിങ് വന്നു, നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. പ്രീവിയസ് ഡേ ഹൈ ഇവിടം വരെ ഹൈ പോയി, അതിന് ശേഷം ഇവിടെ എക്സ്പാൻഡ് ചെയ്തതിൻ്റെ ഉണ്ടല്ലേ, ഇവിടം വരെ ഹൈ, അതിന് ശേഷം ഇറങ്ങിയ നമ്മളിവിടെ എൻട്രി എടുക്കും. 244-80 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ നമുക്ക് 228 വരെ വന്നു, 228 വരെ. സ്പന്ദനയാണ് ഏറ്റവും നല്ല ചാൻസ് വന്നത്. നല്ല ഹ്യൂജ് പ്രോഫിറ്റാണ് എല്ലാവർക്കും കൊടുത്തത് ആ ഷെയർ. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇവിടെ ഇറങ്ങി 479 താഴോട്ടിറങ്ങാൻ ഒറ്റയടിക്കാതെ 443 വരെ വന്നു. ഏകദേശം 35 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. തിരിച്ചതെന്ത് ചെയ്തു, തിരിച്ച് വീണ്ടും പോയി ഹൈ അടിച്ചു. ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അത് അടുത്ത ലെവലിൽ പോകുന്നതെന്ന് നോക്കണം. പോയിട്ട് തിരിച്ചിറങ്ങി അത് പോകാതെ ഇവിടെ തിരിച്ചിറങ്ങാൻ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് പോയതുകൊണ്ട് നമ്മൾ ഈ മുകളിലത്തെ ലെവലിൽ നിന്ന് എടുക്കും. മുകളിൽ പോയി അതിനുശേഷം ഇവിടെ തിരിച്ചിറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. 503 റേഞ്ച് എൻട്രി എടുത്താൽ 485 വരെ ഒറ്റയടിക്ക് വരുന്നുണ്ട്. തിരിച്ച് വീണ്ടും കയറി പോകുന്നുണ്ട്. ഇപ്പം ഇവിടെ ഒരു എൻട്രി കിട്ടാതിരിക്കുന്നവർക്കാണ് തിരിച്ച് വീണ്ടും ഈ ചാൻസ്, പക്ഷേ ഹൈ അടിക്കുന്നില്ല. ഇവിടെ തിരിച്ച് വീണ്ടും വരുമ്പോൾ നമ്മൾ ഈ ഒരു റേഞ്ച് എൻട്രി എടുത്താൽ നോക്കി 503 എന്നത് പോയ പോക്ക് കണ്ടില്ല, 448 വരെ വന്നു. ഏകദേശം 55 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ കൊടുത്തു. വൺ സൈഡ് ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്ന് ഈ ഷെയറിനകത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 11 ഷെയർ എടുത്ത് 12 ഷെയർ എടുത്തതിനാൽ നമുക്കൊരു 6 ഷെയറോളം നമുക്ക് നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ഷെയർസ് നമുക്ക് നോക്കാം. നാളെ ഞാൻ കുറച്ച് ഷെയർ എടുത്തു. ഞാൻ മാക്സിമം 10 എടുക്കാൻ ശ്രമിക്കത്തുള്ളൂ. പിന്നെ അതിനകത്ത് ഏതെങ്കിലും 1-2 ചിലപ്പോൾ കൂടും, അതേ ഉള്ളൂ. ചിലപ്പോൾ അതിൽ കുറവായിരിക്കും. എന്തായാലും 10 എടുക്കുന്നില്ല ഇനി. എന്തായാലും അധികം ഷെയർ എടുത്താൽ ആൾക്കാർക്കും കൺഫ്യൂഷനായിപ്പോൾ. അപ്പോൾ നമ്മൾ ഇത്രയും ഷെയർ എടുത്തിട്ടുണ്ട്. ദീപക് ഫെർട്ടിലൈസറിൻ്റെ ക്ലോസിങ് നോക്കിയേ 1179. ഇതിൻ്റെ ആവറേജ് നോക്കിയേ, ആവറേജ് പ്രൈസ്. ഇത് നാളെ ഓപ്പണിങ്ങിൽ ഈ ഷെയർ ഹൈ ഓപ്പണിങ് വരുവാണ്. ഹൈ ഓപ്പണിങ് വന്നാൽ ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. താഴോട്ട് ഇറങ്ങുവാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ക്ലീൻ സയൻസും ഒരു പ്രാവശ്യം ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. സുന്ദരം ഫൈനാൻസ് അതും ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. സുന്ദരം ഫൈനാൻസിനകത്തൊക്കെ ക്വാണ്ടിറ്റി തീരെ കുറച്ച് ചെയ്യുക. 20 ഷെയറിലൊക്കെ 10,000 രൂപ പ്രോഫിറ്റോ ലോസോ വരും. അതുപോലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഷെയറിനകത്ത്. ആസ്ട്രാസെനും അതുപോലെ 7089 അതും ആവറേജ്. ഈ ഇത്രയും ഷെയറുകൾ ആവറേജിൽ വന്നിറങ്ങുന്ന കണ്ടാൽ നമുക്ക് ചാൻസ് എടുക്കാം. പ്രീവിയസ് ഡേ ഹൈ വരാതെ തന്നെ ഈ റേഞ്ചിൽ വന്നിട്ട് ഇറങ്ങുന്ന കണ്ടാൽ ചാൻസ് എടുക്കാം. സിയറാം സിൽക്ക് എന്ന് പറയുന്ന ഈ ഷെയർ 987. ഇതിപ്പോൾ 1000-ന് മുകളിൽ പോയതിന് ശേഷം ഈ ലെവൽ കട്ട് ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് പ്രതീക്ഷിക്കാം. നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടാം. ആൽക്കൈലമീൻ എനിക്ക് തോന്നുന്നു ഒരു ഈ ഓപ്പണിങ് ഈ ഹൈയുടെ മുകളിലാണെങ്കിൽ, ഈ ആവറേജ് പ്രൈസിന് മുകളിലാണെങ്കിൽ നമുക്ക് പ്രാവശ്യം സെല്ല് ചെയ്ത് വിടാം. അതല്ല ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഷെയർ തിരിച്ച് കയറാനാണ് ചാൻസ് കൂടുതൽ. ആൽക്കൈലമീൻ ഡൗൺ ഓപ്പണിംഗ് വന്നു. ഇപ്പം എൻ്റെ ക്ലോസിങ് 1870 കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 1850 വന്നിട്ട് ഇത് തിരിച്ച് കയറിയാൽ ചിലപ്പോൾ വൺ സൈഡ് മുകളിലോട്ട് കയറിപ്പോകാൻ ചാൻസ് ഉള്ള ഷെയർ ആൽക്കൈലമീൻ. GTPL എന്ന് പറയുന്ന ഷെയറും ഹൈ R1 ഏകദേശം അടുത്താണ്. അപ്പോൾ ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങിയാൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നവീൻ ഫ്ലോർ ഹൈയും R1 അടുത്തടുത്ത്. അപ്പോൾ ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയിട്ട് ഈ 2 ലെവലിന് താഴെ വന്നാൽ നമുക്ക് ചാൻസ് എടുക്കാം. യുകൻ എന്ന് പറയുന്ന ഷെയർ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് ഉണ്ട്. അതുപോലെ R1 വന്ന് ഓപ്പണിങ് ഒരു നല്ല മൂവ്മെൻറ്റ് കിട്ടി R1 ഒക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും. SRF അതുപോലെ ഹൈ ക്ലോസിങ് ആണ് ഈ ഷെയർ. അപ്പോൾ R1 ഒക്കെ പോയിട്ട് വരുവാണെങ്കിൽ എൻട്രി എടുക്കാം, പക്ഷേ ക്വാണ്ടിറ്റി തീരെ കുറച്ചേ എടുക്കാവൂ. കാമധേനു എന്ന് പറയുന്ന ഈ ഷെയർ R1 R2 റേഞ്ചെന്നോ നല്ല ചാൻസ് കിട്ടിയാൽ നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ഷെയറുകൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ ലെവലുകൾ ശ്രദ്ധിക്കുക. ഈ 4 ഷെയറുകൾ ആവറേജ് ചെയ്യുന്ന ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയർ. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങുന്ന കണ്ട
നമുക്ക് ചാൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നാളത്തെ ഷെയറുകൾ. അപ്പോൾ നമുക്ക് നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.